ബിഗ് ബോസ് മലയാളം സീസൺ 6 ശേഷം ഒരുപാട് പേര് കാണാൻ കാത്തിരുന്ന ഒരു ഇന്റർവ്യൂ ആണ് ജാസ്മിൻ ജാഫറിൻ്റെത്. ജാസ്മിൻ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ വിറ്റ് തിന്നാനായിട്ട് ഒരു ഓൺലൈൻ മീഡിയേഴ്സിനും ഞാൻ ഇനി ഇന്റർവ്യൂ കൊടുക്കില്ല. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ഒഫീഷ്യൽ ചാനലിലൂടെ മാത്രമായിരിക്കും ഇനി പറയുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആരും ജാസ്മിൻ്റെ ഇന്റർവ്യൂ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നായിരുന്നു ഇന്നലെ നമ്മുടെ സൈന സൗത്ത് വിഷ്വൽ മീഡിയയിൽ നമ്മുടെ ജാസ്മിൻ്റെ ഇന്റർവ്യൂ വരുന്നത്. ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് തന്നെ ഇന്റർവ്യൂവർ ചേട്ടനായതുകൊണ്ടും ചാനൽ സൈന സൗത്ത് ആയതുകൊണ്ടുമാണ്. ഒരുപാട് ചാനൽ എന്നെ ഇന്റർവ്യൂവിന് വേണ്ടി കോണ്ടാക്ട് ചെയ്തു. ഞാൻ അവരോട് മുഖത്തടിച്ചതുപോലെ ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ ഇത്രയും നാൾ എന്നെ വിറ്റ് തിന്നിട്ട് വീണ്ടും എൻ്റെ ഇന്റർവ്യൂ ചോദിച്ചു പുറകെ വരാനായിട്ട്? ഒരു കാരണവശാലും ഈ പറയുന്ന ചാനലുകൾക്ക് ഞാൻ ഇന്റർവ്യൂ കൊടുക്കില്ല എന്നും ആ ഒരു ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട്. അങ്ങനെ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ ആദ്യം തന്നെ ഒരുപാട് സമയം ഈ പറയുന്ന ഇന്റർവ്യൂവർ ചോദിച്ചുകൊണ്ടിരുന്നത് ജാസ്മിന്റെ വൃത്തിയെ പറ്റിയാണ്. ജാസ്മിൻ ചായയിൽ തുമ്മിയിട്ട കാര്യം, അതുപോലെ തന്നെ മൂക്കിൽ എപ്പോഴും കൈവെക്കുന്ന കാര്യം, കാലിലെ നഖം വായ വെച്ച് കടിക്കുന്ന കാര്യം, എല്ലാത്തിനെയും പറ്റി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്. ജാസ്മിന് കുളിക്കുന്നതിന്റെ കാര്യം, ജാസ്മിന് വെള്ളം അലർജി ആണോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം ബിഗ് ബോസ് ഹൗസിൽ നല്ല രീതിയിൽ ചർച്ചയായിട്ടുള്ള വിഷയമാണ്. ജാസ്മിന്റെ വൃത്തിയെ പറ്റി ലാലേട്ടം വരെ വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിച്ച വിഷയമായതുകൊണ്ട് തന്നെ ഇത് അധികം പ്രസക്തിയോടുകൂടി ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ ജാസ്മിൻ ആദ്യം തന്നെ പറയുന്നത് കാലിലെ നഖം വായ വെച്ച് കടിക്കുന്നത് എന്തിനാണെന്നാണ്. ശരിക്കും ജാസ്മിന്റെ കാലിൽ വിള്ളലുണ്ട്, അതായത് നമ്മുടെ കാലിനടിയിൽ വരുന്ന അലർജി പ്രോബ്ലം ജാസ്മിൻ ഉള്ളതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ ചെരുപ്പും അതുപോലെ തന്നെ കാലിന്റെ അടിയിൽ ഈ പറയുന്ന തൊലി വിള്ളുന്ന സമയത്ത് അത് വെട്ടിക്കളയാനായിട്ടുള്ള നഖം വെട്ടിയോ ഒന്നും ജാസ്മിന് അലോഡ് ആയിരുന്നില്ല. അപ്പൊ ഈ ഒരു സമയത്ത് ജാസ്മിന്റെ വേദന മാറ്റാനായിട്ട് വായ വെച്ച് ആ ഒരു തൊലി കടിച്ചു കളയുക എന്നത് മാത്രമായിരുന്നു ഒരു ഓപ്ഷൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നാണ് ജാസ്മിൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ചായയുടെ കേസ്, അറിഞ്ഞുകൊണ്ട് ആരും മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണ വസ്തുവിൽ ഒരിക്കലും തുമ്മിയോ തുപ്പിയോ ഒന്നും ഇടത്തില്ല, അറിയാതെ പറ്റിപ്പോയതാണ്. പിന്നീട് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മറ്റൊന്നുമല്ല, ഞാൻ എന്തു പറഞ്ഞാലും ഒരു കൗണ്ടർ പോലെ അതിന്റെ ഉള്ളിലൂടെ പറയാറുണ്ട്. അതിപ്പോ ഗബ്രിയോടായാലും റസ്മിനോടായാലും മറ്റേത് കണ്ടസ്റ്റന്റ് എൻ്റെ ഒപ്പം സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഇടുത്തോ പിടിച്ചോ എന്നുള്ള രീതിയിൽ ഒരു കൗണ്ടർ അവിടെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്സരേച്ചിയോട് ആ സമയത്ത് പറഞ്ഞു പോയതാണ്. അത് പുറത്ത് ഇത്രയും വലിയ ചർച്ചയ്ക്ക് ഇടയാകുമെന്നുള്ള കാര്യം ആ ഒരു സമയത്ത് ഞാൻ ഓർത്തില്ല എന്നൊക്കെ ജാസ്മിൻ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. പിന്നീട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കോംബോയെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇവർ തമ്മിൽ പ്രണയമാണോ എന്നുള്ള കാര്യം ആ ഒരു സമയത്ത് ചോദിച്ചിട്ടില്ല. കോംബോയെ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ എടുത്തത്, എന്തുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കാതെ ആദ്യ ആഴ്ചയിൽ തന്നെ ഗബ്രി ജാസ്മിൻ തമ്മിൽ ഒരു കോംബോ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് എന്നാണ് നമ്മുടെ ജാസ്മിനോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജാസ്മിൻ പറയുന്നത്, ആദ്യം ഗബ്രിയും ജാസ്മിനും തമ്മിലായിരുന്നില്ല കോംബോ. ആ ഒരു കോംബോയില് നോറയും രതീഷും ഗബ്രിയും ജാസ്മിനും ഇവരെല്ലാവരും ഉണ്ടാകുന്നു. പിന്നീട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഓരോരുത്തരായിട്ട് ഈ ഒരു കോംബോയിൽ നിന്ന് പോവുകയായിരുന്നു. അവസാനം നോറ കൂടി പോയ സമയത്താണ് ഞാനും ഗബ്രിയും മാത്രമായി. പിന്നീട് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന പല കാര്യങ്ങളും തമ്മിൽ സംസാരിച്ചിരുന്നതും ഇന്ററാക്ട് ചെയ്തിരുന്നതും പല സങ്കടങ്ങളും സന്തോഷങ്ങളും തമ്മിൽ പങ്കുവച്ചിരുന്നതും ഞാനും ഗബ്രിയും തമ്മിലാണ്. ബിഗ് ബോസ് എന്നതൊരു ഫാന്റസി ലോകമാണ്, അതൊരു വീടേ അല്ല. അവിടെ ഒരാളെ നമുക്ക് സംസാരിക്കാൻ കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട് മറ്റൊരു കണ്ടസ്റ്റന്റിനെ കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഗബ്രിയും തമ്മിൽ ആ ഒരു ബോണ്ട് വന്നു പോയി എന്നുള്ളൊരു കാര്യമാണ് ജാസ്മിൻ പറയുന്നത്. പിന്നീടാണ് ജാസ്മിനും ഗബ്രിയും തമ്മിൽ പ്രണയമാണോ എന്നൊരു കാര്യം എടുത്തു ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ വളരെ വലിയൊരു കാര്യമാണ്. തമ്മിൽ സംസാരിക്കാനായിട്ട് ഒരാളെ കിട്ടുന്നതും ബിഗ് ബോസ് ഹൗസിൽ മറ്റുള്ള കണ്ടസ്റ്റന്റ് തന്നെ ട്രിഗർ ചെയ്ത് സംസാരിക്കുമ്പോഴും അത്രയും മോശമായിട്ട് തന്നെ ചിത്രീകരിക്കുമ്പോഴും തൻ്റെ ഒപ്പം നിന്ന് സംസാരിക്കാനായിട്ട് തനിക്ക് വേണ്ടി മറ്റുള്ള കണ്ടസ്റ്റന്റിനോട് ഓപ്പോസ് ചെയ്യാനായിട്ട് ഒരാളെ കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ആ ഒരു സമയത്ത് വല്ലാത്തൊരു ഇഷ്ടം എനിക്ക് ഗബ്രിയോട് വന്നുപോയി. അതുപോലെ തന്നെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ ഞാൻ പാമ്പർ ചെയ്യാറുണ്ട്, അതായത് അവർക്ക് ഫുഡ് എടുത്തു കൊടുക്കും, അവരെ കെയർ ചെയ്യും, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളോട്. ഗബ്രിയോട് ഞാൻ അങ്ങനെയായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് തന്നെ തോന്നിപ്പോയി, ഞാൻ എന്തിനാണ് ഇവന് ഇത്രയും ഇതായിട്ട് പാമ്പർ ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ ഇവന് ഫുഡ് വാരി കൊടുക്കുന്നത്, എന്തിനാണ് ഞാൻ ഇവന് ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജാസ്മിന്റെ ഉപബോധമായിട്ടുള്ള ആ ഒരു മനസ്സിൽ
ജാസ്മിന് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും ഗബ്രിയോട് എനിക്ക് പ്രണയമാണ്, പക്ഷെ പുറത്ത് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് എടുത്തു പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഗബ്രിക്കും എനിക്കും ഒരുപോലെ അറിയുന്ന ഒരു കാര്യമാണ്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കല്യാണം എന്നൊരു സംഭവം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകില്ല. കാരണം ഞങ്ങളുടെ കാസ്റ്റ്, റിലീജിയൻ അതൊക്കെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഫാമിലിയിലും ഒരുപാടധികം ഇഷ്യൂസ് ഞങ്ങളുടെ ഈ ഒരു ഈ പറയുന്ന കോംബോ ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ ഞങ്ങളുടെ കല്യാണം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അതിലേക്ക് അധികം ഫോക്കസ് ചെയ്യാതെ ഞങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു ഇഷ്ടത്തെ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആങ്കർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ബിഗ് ബോസ് ഹൗസിൽ തൊട്ടും പിടിച്ചും ഇരിക്കുന്ന ഒരു കാര്യം, അതായത് പുറത്ത് കമ്മിറ്റഡ് ആണെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കയ്യിലും ഫേസിലൊക്കെ ഹഗ് ചെയ്തും കിസ് ചെയ്തൊക്കെ ഇരിക്കുന്നത്? ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന സ്ഥലമല്ലേ. അപ്പോൾ അതിനോടനുബന്ധിച്ച് പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സിബിൻ എന്ന കണ്ടസ്റ്റന്റും പറഞ്ഞിട്ടുണ്ട്, ഗബ്രി ജാസ്മിന്റെ കയ്യിൽ പിടിക്കും, എന്നിട്ട് കിസ് ചെയ്യുന്നത് ഗബ്രിയുടെ സ്വന്തം കയ്യിലായിരിക്കും, പക്ഷെ കാണുന്നവർക്ക് തോന്നുന്നത് ജാസ്മിന്റെ കയ്യിൽ ഗബ്രി കിസ് ചെയ്തത് പോലെയാണ്. അപ്പോൾ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമാണ്, ഗബ്രി എൻ്റെ കയ്യിലും കിസ് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഗബ്രിയുടെ കയ്യിലും ഇതുപോലെ പിടിച്ച് കിസ് ചെയ്യും. ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഈ പറയുന്ന സിബിൻ എന്ന കണ്ടസ്റ്റന്റ് കണ്ടത് ഗബ്രിയുടെ കയ്യിൽ തന്നെ കിസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ചപ്പോൾ സിബിൻ അത്തരത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ പല സാഹചര്യത്തിലും ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഇഷ്ടക്കേടുകൾ വന്നിട്ടുണ്ട്, സംസാര വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് മറ്റൊരു കണ്ടസ്റ്റന്റ് ജാസ്മിനെ അമിതമായിട്ട് ഓപ്പോസ് ചെയ്യുന്ന സമയത്ത്, ജാസ്മിനെ വല്ലാതെ മോശമായിട്ട് പറയുന്ന സമയത്ത് അവിടെ എതിർത്ത് സംസാരിക്കാനും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനും വന്നൊരു വ്യക്തിയാണ് ഗബ്രി. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാരോട് തോന്നുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസ് ഹൗസിലല്ല എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എൻ്റെ അത്തയും, അതായത് അച്ഛനും അമ്മയും സഹോദരനും എന്നെ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, എന്നെ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത്, അതേ രീതിയിലായിരുന്നു ഗബ്രി എന്നെ ബിഗ് ബോസ് ഹൗസിൽ വെച്ചിരുന്നത്. അത്രയും നല്ല രീതിയിൽ എന്നെ കെയർ ചെയ്തിരുന്നു. അത്തരത്തിലൊരു വ്യക്തിയെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അങ്ങനെ തന്നെയാണ് ജാസ്മിൻ പറയുന്നത്. ഇതൊരു ഗെയിം ആയിരുന്നെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രികൾ വരുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഈ പറയുന്ന കോംബോ പുറത്ത് അത്ര ചർച്ചയായിട്ടില്ല എന്ന് വെച്ചാൽ മോശമായുള്ള രീതിയിലാണ് അവരിത് ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ ഈ ഒരു കോംബോയെ ആരും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ വൈൽഡ് കാർഡുകളുടെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന ഇൻഫോർമേഷൻസും കാര്യങ്ങളും കിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മതിയാക്കാം എന്നുള്ള രീതിയിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു. ഒരിക്കലും ഞങ്ങളത് ചെയ്തില്ല. ഞങ്ങളുടെ ഉള്ളിൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇഷ്ടമാണുള്ളത്. അത് പലർക്കും മനസ്സിലായിട്ടുണ്ട്. പലരും അത് മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നതാണ്, ചിന്തിക്കുന്നതാണ് എന്നുള്ളതാണ് ജാസ്മിൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ ഗബ്രിയെ വിട്ടുകൊടുക്കില്ല, അവൻ എന്നെയും വിട്ടുകൊടുക്കില്ല, ഒരിക്കലും ഞങ്ങളുടെ ഇടയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ ജാസ്മിൻ പറയുന്നുണ്ട്. അതിനുശേഷം ജാസ്മിൻ ഗബ്രിയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീഡിയോ കോളിലും ഈ പറയുന്ന ആങ്കർ ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, ഗബ്രി ജാസ്മിൻ തമ്മിൽ പ്രണയമാണോ? ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതും ഒരു ഗെയിമാണെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗബ്രി പറയുന്നത് ജാസ്മിൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ബിഗ് ബോസ് ഹൗസ് ഒരു ഫാന്റസി വേൾഡ് ആണ്. അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും സംസാരിക്കാനും കുറച്ച് സമയം നമ്മളുടെ സന്തോഷവും സങ്കടങ്ങളൊക്കെ പങ്കുവെക്കാനും ഒരാളെ കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ ആ ഒരു ബോണ്ട് വന്നുപോയി. അതിനെ പ്രണയമെന്നോ ഇഷ്ടമെന്നോ സ്നേഹമെന്നോ സൗഹൃദമെന്നോ എന്തും പറയാം. അതൊക്കെ പറയുന്നവരുടെ ആ ഒരു കൺസേൺ അനുസരിച്ചിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഇഷ്ടമാണുള്ളത്. പിന്നീട് ഈ പറയുന്ന ഗബ്രി പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ കുറച്ച് നാളായിട്ട് ജാസ്മിൻ, ഗബ്രി, റസ്മിൻ ഇവര് ഒരു ബൈക്കിൽ പോകുന്ന കാര്യം അതൊക്കെ ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് കാറിൽ പൊക്കൂടെ എന്നൊക്കെ. അതൊക്കെ ഒരു കോമഡിയുടെ രൂപത്തിൽ ആങ്കർ ചോദിക്കുന്ന സമയത്ത് ഗബ്രി പറയുന്നത്, എനിക്ക് ബൈക്ക് ഓടിക്കാനും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, ബൈക്കൊക്കെ റസ്മിൻ്റെതാണ്, അവരങ്ങനെ പോകുന്നു, പറയുന്നവർക്ക് എന്തും പറയാം എന്നുള്ള രീതിയിൽ ആ കാര്യത്തെ പറ്റി ഗബ്രി കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ ആ ഒരു ഇന്റർവ്യൂവിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലതും ഗബ്രിയും പറയുന്നുണ്ട്, ജാസ്മിൻ പറയുന്നുണ്ട്. ഏകദേശം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവരുടെ ഇഷ്ടത്തെ പറ്റിയും അല്ലെങ്കിൽ ഇവർക്ക് ഉള്ളിൽ വന്ന ആ ഒരു ബോണ്ടിനെ പറ്റിയും കോംബോയോ അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം അതിനെപ്പറ്റി നല്ല രീതിയിൽ ഇവര് സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇന്റർവ്യൂവിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഇപ്പൊ സാനിയ സൗത്ത് വിഷ്വൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്റർവ്യൂവിന്റെ പാർട്ട് 2ഉം 3ഉം ഒക്കെ വരും. ഒരുപാട് കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ട്. കാരണം അഫ്സലിന്റെ കേസ് അതൊക്കെ ജാസ്മിൻ എന്താണ് പറയുന്നതെന്ന് അറിയാനായിട്ട് ഒരുപാട് പേര് താല്പര്യപ്പെടുന്നുണ്ട്. പിന്നെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലായിരുന്ന സമയത്ത് ജാസ്മിനെയും ജാസ്മിന്റെ വീട്ടുകാരെയും ഒരുപോലെ വിറ്റ് തിന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. ജാസ്മിൻ വിശ്വസിച്ചിരുന്ന ചില കൂട്ടുകാർ അവർ ജാസ്മിനെ പറ്റിച്ചിട്ടുണ്ട്. അവരെയൊക്കെ പറ്റി എന്തൊക്കെയാണെങ്കിലും
എന്തെങ്കിലും ഈ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്റർവ്യൂവിന്റെ പാർട്ട് 2നും പാർട്ട് 3ക്കൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ്. ജാസ്മിൻ പറയുന്ന പല കാര്യങ്ങളും അറിയാനായിട്ട് ഒരുപാടധികം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിന്റെ ഒരു ഇന്റർവ്യൂ വന്നപ്പോൾ തന്നെ വളരെ വലിയ രീതിയിൽ അത് ട്രോളുകൾക്കിരയായി, ചർച്ചയായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ജാസ്മിൻ എന്താണ് പറയുന്നതെന്ന് അറിയാനായിട്ട് ഒത്തിരി പേർക്ക് താല്പര്യമുണ്ടെന്നുള്ളതാണ് അവിടുത്തെ വാസ്തവം. അതും ജാസ്മിൻ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ബിഗ് ബോസിൽ ഞങ്ങൾ ഒന്നിച്ചു നിന്നാലും, അതായത് ഗബ്രി ജാസ്മിൻ ഇവർ തമ്മിൽ ഒന്നിച്ചു നിന്നാലും, പിണങ്ങിയാലും ഇണങ്ങിയാലും കെട്ടിപ്പിടിച്ചാലും ഹഗ് ചെയ്താലും എല്ലാം ഒരു കോണ്ടന്റ് ആണ്. ബിഗ് ബോസ് ഹൗസിൽ മാർക്കറ്റിംഗ് ആണ് അവർ നോക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ല കോണ്ടന്റുകൾ ഏതാണോ അത് മാത്രമായിരിക്കും അവർ എയർ ചെയ്യുന്നത് എന്നൊക്കെയാണെങ്കിലും ജാസ്മിൻ ഗബ്രി ആ ഒരു കൂട്ടുകെട്ട് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. എന്നാലും ഇവരെല്ലാവരും ആ ഒരു കൂട്ടുകെട്ട് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കൂട്ടുകെട്ട് മാത്രം കാണാനായിട്ട് ബിഗ് ബോസ് കണ്ടിരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ TRP റേറ്റിംഗും നല്ല രീതിയിൽ ഉയർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് എയർ ചെയ്യും എന്ന് തന്നെയാണ് ജാസ്മിൻ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും അടുത്ത ഒരു പാർട്ട് ഇന്റർവ്യൂ ഉടൻ തന്നെ വരും, ഇന്ന് തന്നെ വരുമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്